ഹലോ, ഇന്ന് നമ്മളൊരു ഇടിച്ചക്ക തോരൻ ചെയ്യുകയാണ്. ന്യൂ ജനറേഷൻ രീതിയിൽ ഇടിച്ചക്ക ഒന്ന് തോരൻ വെക്കാം. ഇടിച്ചക്ക കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിലിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു, ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ നമുക്ക് 3 വിസിൽ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടിച്ചക്ക നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് 3 വിസിൽ വേവിക്കുന്നത്. ഈ സമയത്ത് ചുവന്നുള്ളി പൊളിച്ച് വെക്കുക. 3 വിസിലടിച്ച് വെന്ത് വന്ന ഇടിച്ചക്ക നമുക്ക് നന്നായിട്ട് ഒരു തവി വെച്ചിട്ട് ഉടച്ചെടുക്കാം. മിക്സിയിൽ അടിക്കേണ്ട, തവി വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കുക. അടുപ്പിൽ പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു. നമ്മൾ എടുത്തു വെച്ച ചുവന്നുള്ളി ചതച്ചതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചെറുതാക്കി മുറിച്ച തേങ്ങാക്കൊത്തു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങാക്കൊത്തും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്ത്, ഉള്ളിയും കറിവേപ്പില എല്ലാം കൂടെ വഴറ്റിയെടുക്കാം. ആ സമയത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയേക്കാൾ ടേസ്റ്റ് ചില്ലി ഫ്ലേക്സ് ആണ്. ഇപ്പം ഇവിടെ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി നമ്മൾ ഇടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഇടിച്ചക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഏകദേശം ഒരു പിടി തേങ്ങ ചിരകിയത് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയത് അധികം വെന്ത് പോവേണ്ട, അതൊന്ന് ചൂടായാൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലേശം ഗരം മസാല, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ലേശം ഗരം മസാല കൂടി ഇട്ടിട്ട് നമ്മുടെ തോരൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇതിൽ ഇളക്കി കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമോ വേണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. ഗരം മസാല കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചാൽ നമ്മുടെ ന്യൂ ജനറേഷൻ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കുക, സൂപ്പർ ടേസ്റ്റിയാണ്.